30+ പ്രഗ്നൻസിയിലേക്ക് വരുമ്പം അവിടെ ഒരു ഏതാണ് ശരിക്കും പ്രസവിക്കാൻ അനുയോജ്യമായ പ്രായം? അങ്ങനെ ഒരു പ്രായമുണ്ടോ? ഒരു 20s അല്ലെങ്കിൽ ഏർലി 30s. ഇപ്പോൾ 30 എന്ന് പറയുന്നത് ഒരു പ്രായമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ വർക്കിംഗ് വുമൻ ആണ്, കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പം ഒരിക്കലും 30 എന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് ആയിട്ട് പറയത്തില്ല. 35 യെസ്, അതും പ്രഗ്നൻസി ആകരുത് അല്ലെങ്കിൽ ആകാൻ പാടില്ല ആയ പ്രശ്നമാണ് എന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെ ചാൻസസ് കൂടുന്നു. അതിപ്പോൾ നമ്മളൊരു 25 വയസ്സുള്ളൊരു സ്ത്രീയും 30 വയസ്സുള്ളൊരു സ്ത്രീനെ എടുത്തു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 30 വയസ്സുള്ള സ്ത്രീക്ക് കുറച്ചും കൂടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ വരും ആ ഏജ് കൂടുന്തോറും. അതായത് ഓരോ വർഷം ചെല്ലും തോറും നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പം നമുക്ക് BP വരാനുള്ള അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ വരാനുള്ള എല്ലാ റിസ്കുകളും ചെറിയ ശതമാനം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം കട്ട് ഓഫ് നമ്മൾ പറയുന്നത് 35 തന്നെയാണ്. അതായത് 35 വയസ്സിന് മേലെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കോഷ്യസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള് പ്രഗ്നൻസി ഡോക്ടർ പറയുന്നത് 100% ട്രൂ ആണ്, ആബ്സല്യൂട്ട്ലി മെഡിക്കലി സ്പീക്കിംഗ് ഇതൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഏജ് നോക്കുമ്പം പ്രഗ്നൻസി ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കൂടും വിത്ത് ഏജ്, ഓത്തിൻ്റെ ക്വാളിറ്റി ചിലപ്പം കുറയാം, അബോർഷൻസ് ഇല്ലെങ്കിൽ അനോമലീസ് ബേബീസിൽ 35 ഇയേഴ്സ്, അതെല്ലാം 100% ആബ്സല്യൂട്ട്ലി ട്രൂ ആണ്. പക്ഷെ ഒരു സ്ത്രീ എപ്പോഴാണ് ഇല്ലെങ്കിൽ ഒരു കപ്പിൾ എപ്പോഴാണ് പ്രഗ്നൻ്റ് ആവാൻ കോൺഷ്യസ്ലി റെഡി ആയി ഇരിക്കുന്നത്? കാരണം ബേബീസിനെ ഉണ്ടാക്കുന്ന മാത്രം പോരാ, അവരെ വളർത്തി ഒരു എന്താ പറയുക ഒരു മോറലി ഗുഡ് ഹ്യൂമൻ ബീങ് ആക്കുക എന്നുള്ളത് ഇതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി അവർക്ക് രണ്ടുപേർക്കും വരുമ്പോഴായിരിക്കാം കോൺഷ്യസ്ലി അവർക്കൊരു പ്രഗ്നൻസി, ഒരു പോസ്റ്റ് ഡെലിവറി, ഒരു ബേബീനെ ഒരു അനദർ ഹ്യൂമൻ ബീയിങ്ങിനെ കെയർ ചെയ്യാനുള്ള ഒരു പ്രായം ആവുമ്പോഴായിരിക്കും ഒരു ഐഡിയൽ ഏജ്. അങ്ങനെ ഒരു ഐഡിയൽ ഏജ് എന്നുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക്. അല്ല, അത് പറയുമ്പോഴും അവിടെ നമുക്ക് 40 വയസ്സ്, 44 വയസ്സ്, 48 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് എനിക്കിപ്പോൾ പ്രഗ്നൻസി. ഫസ്റ്റ് സോ പ്രഗ്നൻസി ക്യാൻ ഹാപ്പൺ എനി ടൈം. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ 62 വയസ്സുള്ളവർ IVF അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ, അവരുടെ ഡിസിഷൻ ആണ് എപ്പോൾ ആകണം എന്നുള്ളത്. കോൺഷ്യസ് ചോയ്സ്. നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസിക്ക് റെഡി ആണെന്ന് നമുക്ക് തോന്നുന്നത്, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ, മെൻ്റലി റെഡി, ഫിസിക്കലി റെഡി, ഫൈനാൻഷ്യലി റെഡി എല്ലാം ആവുമ്പോഴായിരിക്കും ഒരു ഐഡിയൽ ടൈം.